ഇവിടെ നോക്കട്ടെ. ഞാൻ ട്രൂ കൊണ്ടുവന്നു. ഓക്കെ, 6 മണി ആയിട്ടുണ്ട്. നമുക്കപ്പോ ക്ലാസ്സിലേക്ക് മെല്ലെ കിടക്കാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും വ്യക്തമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ട്. 6 മണിക്ക് ക്ലാസ് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് കൃത്യം 6 മണിക്ക് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോ 76 പേരാണ് ഈ ക്ലാസ്സിലുള്ളത്. 76 പേരാണ് ഇതുവരെയും ജോയിൻ ചെയ്തിട്ടുള്ളവരായിട്ട് കാണിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ 27 പേര്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജയദേവ് എന്നാണ്. ഞാൻ സ്മാർട്ട് ശ്രീയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മളപ്പോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോ ഇന്ന് മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ മുഴുവൻ ക്ലാസ്സുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില പരിമിതികളുമുണ്ട്. അപ്പോ പരിമിതികളിൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റുഡൻസിൽ ഒരുപാട് പേര് മൈക്ക് ഓൺ ചെയ്ത് വെച്ചാണ്. മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അവരെല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് സഹകരിക്കണം. അതല്ലാന്നുണ്ടെങ്കിലേ ബാക്കിയുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഒരുപാട് വോയിസ് കയറി വരും. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോ 92 പേരായി. കുറെ പേര് കൂടി നമ്മുടെ ക്ലാസ്സിലോട്ട് കയറി. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. എന്റെ പേര് ജയദേവ് എന്നാണ്. ഞാൻ സ്മാർട്ട് ശ്രീയില് മോട്ടിവേഷൻ അധ്യാപകരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും മോണ്ടിസോറി അധ്യാപകരാകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം എല്ലാവരും മറുപടി പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പേര് വിളിക്കുന്ന ആളുകൾ മാത്രം മറുപടി പറഞ്ഞാൽ മതിയാകും. നമ്മൾ സാധാരണ ആദ്യത്തെ ഒരു സെഷനിൽ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും 1 മണിക്കൂർ കഴിയും. ഇപ്പൊ 100 ചില പേരായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മള് വിദ്യാർത്ഥികളെയൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പരിചയപ്പെടാം. നമ്മുടെ ക്ലാസ്സുകൾ നയിക്കുന്നത് 4ഓളം വരുന്ന അധ്യാപികമാരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊരിക്കൽ കൂടി പറയാമോ? എല്ലാവരും പിന്നെ മൈക്ക് മ്യൂട്ട് ചെയ്തോട്ടാ.
ഇനി ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കും. പേര് വിളിക്കുന്ന ആളുകൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയാകും. ഓക്കെ. നമ്മള് ഹോട്ടലിലൊക്കെ പോയിട്ടേ സർവ്വസാധാരണമായി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് പൊറോട്ടയും ബീഫും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. നമ്മള് ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഏറ്റവും സർവ്വസാധാരണമായി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് പൊറോട്ടയും ബീഫും. പൊതുവെ കേരളീയർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പൊറോട്ടയും ബീഫും. ഇതിൽ ഈ ബീഫിന്റെ ഫ്രൈ കൊണ്ടുവന്ന് വെക്കുമ്പോഴേ അതിന്റെ മുകളിൽ ഒരു ചെറുനാരങ്ങ 4 കഷ്ണമായി മുറിച്ചതും കുറച്ച് സവാള അരിഞ്ഞത് കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ആരെങ്കിലും ഒരാൾ പറയാമോ എന്തിനു വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങയും സവാളയും അതിനോടൊപ്പം വെക്കുന്നത് എന്ന്? കൃഷ്ണാംബിക വീഡിയോ ഓൺ ചെയ്തിട്ട്. ഹലോ, ദഹനത്തിന് വേണ്ടിയിട്ടാണ്. മഞ്ജുഷ പറഞ്ഞോളൂ. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിട്ടല്ലേ? പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉത്തരം വന്നു. വേറെ ഉത്തരം കൂടി പറയാമോ? ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കാനായിട്ട്. ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കാനായിട്ട്. ഓക്കെ, റൈറ്റ്. പിന്നെ ഈ 12 കാര്യങ്ങളും ക്ലിയർ ആണ്. അതിന്റെ പിറകിലുള്ള സയന്റിഫിക് തിയറി പറയാമോ? സിട്രിക് ആസിഡ് ആണത്. ഒന്ന് സിട്രിക് ആസിഡ് ആണ്. റൈറ്റ്. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് സിട്രിക് ആസിഡ് ആണ്. പിന്നെയോ? ഹലോ, ശരി, ഞാൻ പറയാം. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഈ നമ്മുടെ ഭക്ഷണങ്ങളെ 2 തരത്തിൽ സ്വഭാവമുള്ളതാണ്. ഒന്ന് അസിഡിറ്റി, അമ്ലസ്വഭാവം, മറ്റൊന്ന് ചാരഗുണമുള്ളത്. 2 തരത്തിലുള്ള സ്വഭാവങ്ങളിലാണ് നമ്മുടെ ഭക്ഷണമുള്ളത്. അപ്പോ ഈ അസിഡിറ്റി ഉള്ള എല്ലാ ഭക്ഷണത്തിന്റെ ഒപ്പവും ആൽക്കലി കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് ന്യൂട്രലൈസ് ചെയ്തു പോകും. ഓക്കെ. അസിഡിറ്റി ഉള്ള ഭക്ഷണത്തിനൊപ്പം ആൽക്കലി കൂടി അതിന് ആനുപാതികമായി കഴിക്കുകയാണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്തു പോകും. നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് ബീഫ് ഫ്രൈഡ് ഒപ്പവും ഫിഷ് ഫ്രൈഡ് ഒപ്പവും ഒക്കെ സവാള അരിഞ്ഞത് കൊണ്ടു നോക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും, രുചി വ്യത്യാസം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണെന്നാ. അതും അതിന്റെ ഒരു ഘടകമാണ്. പക്ഷെ അതിന്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിഡിറ്റിയെ ആൽക്കലി കൊണ്ട് നിർവീര്യമാക്കി ശരീരത്തിന് അത് കൂടുതൽ ഗുണകരമാക്കുക എന്നുള്ളതാണ്. അലീഷ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. അലീഷ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. ഇപ്പൊ 141 പേരായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടാകും. അപ്പോ അവരെല്ലാവരും തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ആരും തന്നെ മൈക്ക് ഞാൻ പറയാതെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഭക്ഷണത്തിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ സമൂഹത്തിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനുള്ള ഒരു പുതിയ ലോകത്തേക്കാണ് നിങ്ങൾ ഇന്ന് മുതൽ കടക്കാനായി പോകുന്നത്. നിങ്ങളെല്ലാവരും മോണ്ടിസോറി അധ്യാപകരാകാൻ വേണ്ടി വന്നവരാണ് അല്ലേ? സബ്രം അനീഷ് അല്ലേ? അല്ലേ പറയൂ. അതെ, ഓക്കെ. എന്തിനു വേണ്ടിയാണ് സബ്രം അനീഷ് മോണ്ടിസോറി അധ്യാപികയാകാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? അതൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട്. അതാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഒരു ജോലി കിട്ടണം, ജോലി കൂടി വരുമാനം. അൺമ്യൂട്ട് ചെയ്തോളൂ. ഒരു ജോലി കിട്ടണം, അതുവഴി തെറ്റില്ലാത്തൊരു വരുമാനം ഉണ്ടാകണം, നമ്മുടെ കുടുംബ സാഹചര്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ജോലി ആയിരിക്കണം, നമ്മുടെ ഇപ്പോൾ ഉള്ള വരുമാനം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും സാർ. മക്കളാവുമ്പോ മക്കളുടെ കൂടെ. ആരാണ് പറഞ്ഞത്? ഹണി പോൾ സോഞ്ചോ എന്നുള്ള ഒരു ഐഡിയ ശരിയാക്കുന്നത്. ഹണി. ഓക്കെ, റൈറ്റ്. സന്തോഷം കിട്ടാൻ വേണ്ടിട്ട് അതൊരു വളരെ വലിയൊരു പോയിന്റ് ആണ്. നമുക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ട്. പണം കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവും. ഹസീന പറഞ്ഞേ. ഹസീന. ഇല്ല, ഉണ്ടാവില്ല. നമ്മൾക്ക് എന്ന് വെച്ചാ കുറെ ആഗ്രഹങ്ങൾ മുടങ്ങി പോയിട്ടുണ്ട്. നടക്കാത്ത കുറെ ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് പഠിത്തം മുടങ്ങി പോയിട്ടുണ്ട് കുറച്ച് ആഗ്രഹങ്ങൾ. അത് ഇനി ഇതിലൂടെ ഒന്ന് നേടാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ്.
എനിക്കിപ്പോ ഇതിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഭൂരിഭാഗം പേരെ കാണുമ്പോൾ ഓർമ്മ വരുന്നതേ, ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വിവാഹിതരായി വീട്ടമ്മമാരായിട്ട് ഒതുങ്ങി കൂടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേരളത്തിലെ വീട്ടമ്മമാരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തൊക്കെ ആയിരിക്കും വിവാഹം കഴിച്ചു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വളരെ വലിയ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും മുന്നോട്ടേക്ക് നീങ്ങുന്നത്. വിവാഹം കഴിച്ചതോട് കൂടിയിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ ആകെ തകിടം പറയാണ്. അത് ആരുടെയും കുറ്റമല്ല. ഭർത്താവിന്റെ വീട്ടിലത്തെ പ്രശ്നമോ ഭർത്താവിന്റെ പ്രശ്നമോ നമ്മുടെ വീട്ടുകാരുടെ പ്രശ്നമോ നമ്മുടെ പ്രശ്നമോ അല്ല. നമ്മള് MSc കഴിഞ്ഞു, അല്ലെങ്കിൽ MA കഴിഞ്ഞു, MCom കഴിഞ്ഞു, വലിയ വിദ്യാസമ്പന്നരൊക്കെ ആയി ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് തൊട്ട് പുറകെ ഒരു കൊച്ചായി, കൊച്ചിയെ നോക്കാൻ വീട്ടുകാരില്ല. 2-3 കൊല്ലം അതിന്റെ പുറകെ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മക്കോ വയ്യാതായി. അങ്ങനെ കുറെ നാൾ പോയി. അപ്പൊ അങ്ങനെ വീടെന്ന് പറയുന്ന ഒരു ചോരുകൾക്കുള്ളിൽ അടക്കപ്പെട്ടിട്ട് പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗമാണ് കേരളത്തിലെ വീട്ടമ്മമാര്. ഇന്നിപ്പോ ഈ ബാച്ചിൽ ഉള്ള പലരെയും കാണുമ്പോൾ, വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള പലരെയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള വീട്ടമ്മമാരാണ് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഗൗരവമായിട്ടുള്ള സെഷൻസ് ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒന്നുമില്ല. നമ്മൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മോണ്ടിസോറി എന്താണെന്നോ, അതിന്റെ സ്കോപ്പ് എന്താണെന്നോ, എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ, റെഗുലർ ക്ലാസ്സുകൾ, സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം 25-ാം തീയതി മുതലാണ്. ഏപ്രിൽ മാസം 25-ാം തീയതി മുതലാണ് നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലായിരിക്കും ക്ലാസ്. ആ ക്ലാസ് എടുക്കുന്നതിന്റെ ടൈം ടേബിളും ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ അധ്യാപകരാണ് എടുക്കുന്നത് എന്നുള്ള വിവരങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മൾ ജോലി നേടുന്നത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ ഒരു സ്വപ്നം, നമ്മുടെ ഒരു സന്തോഷം അതുകൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും മഹത്വപൂർണമായിട്ടുള്ള ജോലികളിൽ ഒരു ജോലിയാണ് അധ്യാപനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അധ്യാപനം ലോകത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ജോലിയായി പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാര്, നിങ്ങൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓരോ വിഷയത്തിലും എക്സ്പേർട്സ് ഉണ്ടാവും. വിദ്യാഭ്യാസം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അതില് ലോകത്തിൽ തന്നെ എണ്ണിത്തുടങ്ങുമ്പോൾ ആദ്യം എണ്ണേണ്ട ഒരാളാണ് ബ്രസീലിൽ ജീവിച്ചിരുന്ന പൗലോ ഫ്രയർ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ തത്വചിന്തകൻ. നിങ്ങളിൽ ഭൂരിഭാഗം പേരും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്വപൂർണമായിട്ടുള്ള ജോലിയാണ് അധ്യാപനം എന്നാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അധ്യാപനം മഹത്വപൂർണമാണ് എന്ന് പറയുന്നത്? ആരെങ്കിലും ഒരാൾ പറയാമോ മറുപടി? ഹസീന പറഞ്ഞേ. വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്, നമുക്ക് അറിയുള്ളത് പറഞ്ഞു മറ്റുള്ളവർ പകർന്നു നൽകുന്ന ഒരു വിദ്യ പകർന്നു കൊടുക്കുന്നതിന് നമുക്ക് പൈസ കിട്ടുമോ? അതല്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരേക്കും കൂടി എത്തിച്ചു കൊടുക്കുക. ഓക്കെ, പറയാൻ വന്നല്ലോ. അത് തന്നെ, നമ്മൾക്കറിയാവുന്ന കാര്യങ്ങള് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ്, ഒരു നന്മയുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അത് നല്ല കാര്യമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലോ കൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കൂടി പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു കുട്ടി കടന്നു വരുമ്പോൾ നമ്മൾ ഫാമിലി കഴിഞ്ഞാൽ അടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം, അടുത്ത ഒരു ഫാമിലിയാണ് ആ കുട്ടിയുടെ സ്കൂൾ അല്ലെങ്കിൽ ആ അധ്യാപനത്തിലൂടെ ആ കുഞ്ഞിന് ലഭിക്കുന്നത്. ആ കുഞ്ഞ് ഈ ലോകത്തെ കുറിച്ച് അറിയുവാനും ആ കുഞ്ഞ് ബുദ്ധിപരമായിട്ടും എല്ലാ കാര്യങ്ങളും ഇന്റലക്ച്വലി ആൻഡ് സോഷ്യലി അതിന് നല്ല അത് കിട്ടുന്നതും ത്രൂ ഒരു ടീച്ചറിലൂടെയാണ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞ വിവിധ ഘടകങ്ങൾ വെച്ചിട്ടേ നമുക്കതൊരു കൺക്ലൂഷനിൽ എത്താം. നമ്മുടെ ജാൻസി സോജൻ അവസാനം കൺക്ലൂഡ് ചെയ്തപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ജാൻസി സോജൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അധ്യാപനത്തിന്റെ ഏറ്റവും മഹത്വപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം കടന്നു വരുന്നത്
അത് ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളിടത്താണ്. വേറെ ജോലി ചെയ്യുന്നിടത്തെ ഒരാൾ വിശക്കുന്നു, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതിന്റെ പൈസ മേടിച്ച് വീട്ടിലിടുന്നു. അയാള് ഈ സമൂഹത്തിനകത്ത് വേറൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല. രാമൻ ചേട്ടൻ തൊട്ടപ്പുറത്തുള്ള വർഗീസ് ചേട്ടന് ചായ കൊടുത്ത് ചായയുടെ പൈസ മേടിച്ചു പെട്ടിയിലിട്ടു. രാമൻ ചേട്ടനെ ഹാപ്പിയായി, വർഗീസ് ചേട്ടനെ ഹാപ്പിയായി. അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. പക്ഷേ ഒരു അധ്യാപകൻ ഇടപെടുമ്പോൾ സംഭവിക്കുന്നത് ലോകം മാറുകയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു അധ്യാപകൻ ഇടപെടുമ്പോൾ ലോകം മാറുകയാണ്. എങ്ങനെയാണ് ലോകം മാറ്റുന്ന തരത്തിൽ ഒരു അധ്യാപകൻ ഇടപെടുന്നത്? നമ്മൾ അധ്യാപകർ ആണോ ആകാൻ പോകുന്നത്? അതാണ് ഈ അടുത്ത ചോദ്യം. ഓക്കെ, നമ്മൾ മോണ്ടിസേറി ടീച്ചർ എന്നാണല്ലോ പറഞ്ഞത്. ചില വാക്കുകൾക്ക് ചില സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമോഷൻ കിട്ടില്ല, ഫീല് കിട്ടൂല. ഓക്കെ, പ്രേമലു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രേമലു സിനിമ വൻ വിജയം നേടിയതിനു ശേഷം അതിന്റെ 3-ാം പക്കത്തിൽ അതിന്റെ അണിയറ പ്രവർത്തകർ അതിന്റെ പോസ്റ്റർ അടിച്ചത് പ്രേമലുവിന്റെ നേരെ കേമലു എന്നാണ്. ആ സ്ലോഗൻ നമ്മുടെ കാണികളിൽ, പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഓരോ സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. അധ്യാപകർ എന്ന് പറയുന്ന സമൂഹം അവരുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്ന സിലബസിൽ അധിഷ്ഠിതമായിട്ടുള്ള അറിവുകൾ മാത്രമല്ല, നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അധ്യാപകന്റെ പേര് പറയാൻ പറഞ്ഞാല് നിശ്ചയമായും നിങ്ങൾ പറയുക നമ്മൾ ആദ്യം പഠിപ്പിച്ച ഒരു അംഗനവാടി ടീച്ചറിന്റെ പേരായിരിക്കും. ആ ടീച്ചറെ നമ്മൾ മറക്കൂല. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ട് 1-ലോ 2-ലോ ഓക്കെ നമ്മൾ തീരെ ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള, നമ്മളോട് ചേർത്ത് പിടിച്ച് വ്യത്യസ്തമായിട്ടുള്ള അധ്യാപന ശൈലിയിൽ പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ, അവരൊന്നും നമ്മൾ മറക്കാറില്ല. നമ്മളിപ്പോ എത്ര വലിയ പദവികളിൽ ചെന്നിട്ടുണ്ടെങ്കിലും ആ അധ്യാപകരെ എവിടെ വെച്ച് കണ്ടാലും നമ്മളെപ്പോ ചെന്ന് നമ്മൾ അവരെ നമസ്കരിക്കും, ഇല്ലേ? അതെന്താന്ന് വെച്ചാൽ അവരും നമ്മളും തമ്മിലുള്ള ഒരു ഹൃദയ സ്നേഹമാണ്, ഒരു സ്നേഹസാന്ദ്രതയുടെ ഒരു ഹൃദയതാളം നമ്മളും ആ വിദ്യാർത്ഥിയും അവരും തമ്മിലുണ്ട്. അത് അധ്യാപനത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അധ്യാപനം ഒരു സമൂഹത്തെ ആകെയാണ് മാറ്റുന്നത്. ഒരു തലമുറയുടെ ചിന്തകളെ, ഒരു തലമുറയുടെ ജീവിത വീക്ഷണങ്ങളെ, ഒരു തലമുറ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും ജീവിക്കേണ്ടതെന്നും ഒക്കെ അധ്യാപനത്തിലൂടെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും വളർത്തിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ള ഇടത്താണ് അധ്യാപനം മഹത്വപൂർണമായിട്ടുള്ള ഒരു ജോലിയായി മാറുന്നത്. പൗലോ ഫ്രയർ അങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്. അധ്യാപനം മഹത്വപൂർണമായിട്ടുള്ള ജോലിയായി മാറുന്നത് എപ്പോഴാണ്? ഒരു സമൂഹത്തിനെ ആകമാനം നന്മയിലേക്ക് നയിക്കാനുള്ള ജീവിത വീക്ഷണം മുറുകെ പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഒരു അധ്യാപികർക്ക് സാധിക്കുമ്പോൾ അവിടെ അധ്യാപനം എന്ന് പറയുന്ന ജോലി മഹത്വപൂർണമായിട്ടുള്ള ജോലിയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല്, മോണ്ടിസോറി ടീച്ചിങ് എന്ന് പറയുന്നത് അധ്യാപനം ആണോ? കേക്കട്ടെ. അധ്യാപകനാകാനായിട്ട് 3-4 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, പ്രധാനമായിട്ടും ഈ വിഷയത്തിലുള്ള ആധികാരികമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അത് ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അതിൽ വിജയിക്കുന്ന ഒരാൾക്ക് അധ്യാപകനായി മാറാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു മോണ്ടിസോറി അധ്യാപിക എന്ന് പറയുന്നത് എങ്ങനെയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആരെങ്കിലും ഒരാൾ പറയാമോ? നിജ പറയൂ. നിജ ബി. അതെ, നെറ്റ് കട്ട് ചെയ്ത് പോണ കാരണം എനിക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അഞ്ചു വരും പറഞ്ഞേ. 5 വരും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറയൂ. അത് പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാകത്തില്ല, കുഞ്ഞുങ്ങളോട് ഇടപെടാനും കുഞ്ഞുങ്ങളെ തീരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരോട് ആ രീതിയിൽ ഇടപെടാനും കൂടി അറിഞ്ഞിരിക്കണം. പഠിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരു അധ്യാപിക ആവത്തില്ല, എല്ലാ അർത്ഥത്തിലും കുഞ്ഞുങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപെടാൻ കൂടി കഴിയണം. ഓക്കെ, ഞാൻ പറയാം. അപ്പോ നമുക്ക് സമയം പരിമിതമായിട്ടുള്ള സമയമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാം. നമ്മള് ഈ ഓരോ വിഷയത്തിനും അതിന് ശാസ്ത്രീയമായ ചില തത്വങ്ങളുണ്ട്. ഓരോ വിഷയത്തിനും ഉണ്ട് ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങൾ. അത് മോണ്ടിസോറിക്കുമുണ്ട്. മോണ്ടിസോറി
അധ്യാപനം എന്ന് പറയുന്ന ഒരു പ്രത്യേക അധ്യാപക മാതൃക, ഒരു ടീച്ചിങ് മെത്തേഡ് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തോടു കൂടി ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു ഫിസിഷ്യൻ, ആ മാമിന്റെ പേര് മറിയ മോണ്ടിസോറി എന്നാണ്. മറിയ മോണ്ടിസോറി അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തില് കുറച്ച് കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്ന ഒരാളാണ്. അപ്പോ നമ്മളിൽ പലർക്കും പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ പുതിയതായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ആൾ. മരിയ മോണ്ടിസോറി അപ്പോ കുട്ടികളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവര് നിരീക്ഷിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവര് നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവര് സ്വന്തമായി ഒരു സിലബസ് തയ്യാറാക്കുകയും ആ സിലബസിന്റെ അടിസ്ഥാനത്തിൽ അവരാ വിദ്യാർത്ഥികൾക്ക് അതുവരെ ഉണ്ടായിരുന്ന പഠന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠന മാതൃക നൽകുകയും ചെയ്തു. പക്ഷെ ആ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഫലം, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്ഭുതം സൃഷ്ടിക്കുന്നതായിരുന്നു. അതുവരെ പിന്തുടർന്ന സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി പഠിച്ചിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള, വളരെയധികം എത്തിക്കലായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് സൃഷ്ടിക്കാനായിട്ട് മരിയ മോണ്ടിസോറിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് മോണ്ടിസോറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സകല രാഷ്ട്രത്തിന്റെയും അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് സാർവദേശീയമായിട്ടുള്ള ഒരു സിലബസായി മോണ്ടിസോറി അധ്യാപന മാതൃക ഇടം പിടിച്ചു. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓരോ ശാസ്ത്രശാഖക്കും അതിൻ്റെതായിട്ടുള്ള കുറെ തത്വങ്ങൾ ഉണ്ടാകും, ഇല്ലേ? അതിൻ്റെതായിട്ടുള്ള കുറെ തത്വങ്ങൾ ഉണ്ടാകും. ആ തത്വങ്ങളെ കണ്ടെത്തുകയും നിർമ്മിച്ചെടുക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളിടത്താണ് മരിയ മോണ്ടിസോറിയുടെ വിജയം. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. കേരളത്തില് ഇപ്പോ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഭൂരിപക്ഷം പേരും പഴയ പഠന സമ്പ്രദായത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാക്കാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിലുണ്ടായിരുന്നത് ഇപ്പോ നമ്മൾ പുസ്തകത്തിൽ വായിക്കാണ്, ചുമക്കുള്ള ഒരു അർച്ചന എന്താണ് പറയൂ? ഹലോ, ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ചുമക്കുള്ള ഒരു ആയുർവേദ മരുന്നാണ് ആടലോടകം. ചുമയും കഫക്കെട്ടൊക്കെ വരുമ്പോ നമ്മുടെ അമ്മാമ്മമാരൊക്കെ ആടലോടകം പിഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ നീരൊക്കെ തരാറുണ്ട്. ഓക്കെ, ഇത് നമ്മള് പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, ആടലോടകത്തിന്റെ പടം കണ്ടിട്ടുണ്ട്. പക്ഷെ ആടലോടകം എന്ന് പറയുന്ന ഇല എന്താണെന്നോ അതിന്റെ രുചി എങ്ങനെയാണെന്നോ അത് ഏത് തരത്തിലുള്ള മണ്ണുള്ള സ്ഥലത്താണ് ഉണ്ടാകുന്നതെന്നോ ഇതൊന്നും നമുക്കറിയൂല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനകത്ത് ആടലോടകം എന്താണെന്നും ആടലോടകത്തിന്റെ ഇല എങ്ങനെയാണെന്നും അതിന്റെ രുചി എങ്ങനെയാണെന്നും ഇതെല്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു കുട്ടിയില് ജന്മനാലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള സവിശേഷതകളെ കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കുന്ന ഒരു പഠന മാതൃകയാണ്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെ? ഓരോ വ്യക്തിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികളാണ് ഉണ്ടാകുക. ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികളെ കണ്ടെത്തി ഓരോരുത്തരുടെയും അഭിരുചികളെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രാഥമികമായിട്ടുള്ള അടിത്തറ. നമ്മളൊരു വീട് പണിയുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് എന്താണ്? ആ വീടിന്റെ അടിത്തറയല്ലേ? ഏറ്റവും ശക്തവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു അടിത്തറ നമ്മൾ ഉണ്ടാക്കും. ആദ്യം നമ്മള് കുഴികുത്തി നല്ല രീതിയിൽ കരിങ്കല്ല് കൊണ്ടൊരു തറ പണിയും, തറയുടെ മുകളിൽ കമ്പിയൊക്കെ ഇട്ട് പെറ്റലൊക്കെ ഇട്ട് നല്ല രീതിയിൽ വാർത്തൊരു ബെൽറ്റ് ഉണ്ടാക്കും. എന്നിട്ടാണ് ചെറിയ വീടായാലും വലിയ വീടായാലും നമ്മൾ കെട്ടിപ്പൊക്കുന്നത്. ഓക്കെ, അതുപോലെ ഒരു കുഞ്ഞിന്റെ, ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിന്റെ അടിത്തറയായിട്ടുള്ള വിദ്യാഭ്യാസ പ്രക്രിയയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയാണ് അവന്റെ മുന്നോട്ടേക്കുള്ള ജീവിത വീക്ഷണങ്ങളെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂളുകൾ തയ്യാറാക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം. അപ്പൊ അതുകൊണ്ട് മോണ്ടിസോറി അധ്യാപനം എന്ന് പറയുന്നത് കേവലം ഒരു ജോലി മാത്രമല്ല, അതിനേക്കാൾ ജോലിക്ക് അപ്പുറത്തേക്ക് വലിയ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, സാധാരണ ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലിയുടെ സേവനം, ആ ജോലിയുടെ റിസൾട്ട് കിട്ടുന്ന ആൾക്ക് മാത്രമായിരിക്കും ഒരു പക്ഷെ സന്തോഷം ഉണ്ടാവുക. ഇതിനകത്ത് മോണ്ടിസോറി അധ്യാപനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങൾ ഇത് പഠിച്ചു തുടങ്ങുന്ന ഈ നിമിഷം മുതൽ ഏപ്രിൽ 25-ന്
നിങ്ങൾ സിലബസിലൂടെ കിടക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ സ്വയം മാറാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങളെ സ്വയം മാറ്റും എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജീവിത വീക്ഷണങ്ങളാണെന്ന് പറഞ്ഞു. ഓക്കെ, ആ ജീവിത വീക്ഷണങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ട് പുതിയൊരു ലോകത്തേക്ക് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ പക്ഷെ അതിശയമായിട്ട് തോന്നും. നമ്മുടെ സിലബസ് അങ്ങനെയാണ്, നിങ്ങൾക്ക് അതിശയമാണെന്ന് തോന്നാം. പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ കോഴ്സ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് കേവലം ഒരു ജോലി എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് വളരെയധികം സന്തോഷം, ഒരു ഹാപ്പിനെസിന്റെ ആർട്ട് ഓഫ് ഹാപ്പിനെസ് നൽകുന്ന ഒരു കോഴ്സായിട്ട് മാറുന്ന ഒരു കോഴ്സാണ് ഈ മോണ്ടിസോറി ടീച്ചിങ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഈ ടീച്ചിങ് കോഴ്സിന്റെ പ്രത്യേകതകൾ നോക്കാം, ഇതിന്റെ സ്കോപ്പ് എന്തൊക്കെയാ നോക്കാം. മോണ്ടിസോറി നമ്മുടെ PR-മാര് വിളിച്ചപ്പോൾ ഒരു പക്ഷെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. നമ്മുടെ കേരളത്തിന് പുറത്തും സ്വദേശത്തും വിദേശത്തുമുള്ള സ്വകാര്യ സ്കൂളുകൾക്കകത്ത് വലിയ അധ്യാപക സാധ്യതകളാണ് മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരെ കാത്തിരിക്കുന്നത്. വിദേശത്ത് പോകാനായിട്ട് തയ്യാറെടുത്തിട്ടുള്ള ആളുകളാണ് ഈ കൂട്ടത്തിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന സാലറിയിൽ ശമ്പളത്തിൽ വിദേശത്ത് ജോലി നോക്കാനായിട്ട് സാധിക്കും. നമ്മൾ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തന്നെ നമ്മൾ ഓപ്ഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കനേഡിയൻ സർട്ടിഫിക്കറ്റ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുണ്ട്. പ്രീ സ്കൂളില്, പ്ലേ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള LP സ്കൂളുകളും അത്തരം പ്രൈവറ്റ് സ്കൂളുകൾക്കകത്ത് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു സംശയം തോന്നാം, വെറുതെ ഓൺലൈനിലൂടെയല്ലേ നമ്മൾ പഠിക്കുന്നത്, ഓൺലൈനിലൂടെ പഠിക്കുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ആലോചിച്ച് ആരും വിഷമിക്കേണ്ടതോ ആശങ്കപ്പെടേണ്ടതോ ഇല്ല. ബിക്കോസ് നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയാണോ പങ്കെടുക്കുന്നത് അതുപോലെ ആയിരിക്കും ഏപ്രിൽ 25-ാം തീയതി തുടങ്ങിയിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഓരോ ദിവസവും അസൈൻമെന്റ്സ് ഉണ്ടാവും, ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതിൽ വെറുതെ കുറെ തിയറികൾ നമ്മൾ പഠിപ്പിച്ച് ആ തിയറി പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതി പോവുകയല്ല. അത് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾ അറിവ് പകരുന്ന, നിങ്ങൾ ഇടപെടുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിലോ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 3-4-5 റെക്കോർഡുകൾ ഉണ്ട്. ആ റെക്കോർഡുകൾ നമുക്ക് എല്ലാ ദിവസവും എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകളിലെ പോലെ തന്നെ ഇന്റേണലിന് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇതാണ് കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുക്കി പറയാനുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, മറ്റൊന്ന് ഒരു വിദ്യാർത്ഥി ഹലോ ഈ ചോദിച്ചോളൂ. സാർ, ഗവൺമെന്റ് സ്കൂളുകളിൽ ഇതിന്റെ സ്കോപ്പിനെ പറ്റി ഒന്ന് പറയാവോ? ഞാൻ പറയാം. ഓക്കെ, ഒരു സംശയം വന്നു, അനശ്വര പറഞ്ഞു. ഇനി മറ്റാരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സാർ, ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാ കിട്ടാം? ഞാൻ പറയാം. പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവോ? പറയാം. എക്സാം പറയാം. സാർ, ഇന്റർനാഷണൽ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? പറയാം. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പോ വിദേശത്ത് നിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വിദേശത്ത് നിൽക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമാണെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ടാണോ തരുന്നത്? ഇപ്പം ഞാൻ വിദേശത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ഉള്ളത്, ഇപ്പം ഈ മോണ്ടിസോറി നമ്മളിപ്പോ ഒരു +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് നേരെ വന്നിട്ട് ഇപ്പൊ കുറെ നാളുകൾ നമ്മൾ പഠിക്കാതിരുന്നിട്ട് ഇപ്പൊ ഒരു വീട്ടമ്മയായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോ ഇതിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു ഇത് കൊണ്ട് ഇപ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ലേ പ്രശ്നം? ഫോളോ ചെയ്യാൻ പറ്റുമോ? അതുകൂടാതെ പിന്നെ നമുക്കിപ്പോ ഈ +2 കഴിഞ്ഞിട്ട് ഇത് പഠിച്ച് ജോലിക്ക് കയറാൻ പറ്റുമോ? അതോ ഇനി വേറെ ഏതെങ്കിലും പിന്നെ B.Ed അങ്ങനെ എന്തെങ്കിലും പഠിച്ചാലേ നമുക്ക് ഈ സ്കൂളുകളിൽ ജോലി കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഓക്കെ, പറയാം. ഓക്കെ, ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഞാനിപ്പോ പ്രാഥമികമായിട്ട് വന്നിട്ടുള്ള സംശയങ്ങൾക്കുള്ള ഒരു മറുപടി പറയാം. ഓക്കെ, ഒന്ന് ഇതിന്റെ പ്രാക്ടിക്കൽ സെഷനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ് ഒരു 10 മാസത്തെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവുക. 10 മാസം കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കഴിയും. ആ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളുകളുണ്ടല്ലോ, അവിടെ ഉള്ള ഒരു ടീച്ചിങ് പ്രാക്ടീസ്, അവിടെ ഉള്ള ഒരു ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് അവിടെ നമ്മൾ അതിനുള്ള ഒരു ഓഫർ ലെറ്റർ ഇവിടുന്ന് തരുന്നതാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ അതിന്റെ ഒരു ഓഫർ ലെറ്റർ നിങ്ങൾ പറയുന്ന സ്ഥാപനത്തിലോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതാത് സ്കൂളുകളിൽ കുറച്ച് പ്രാക്ടിക്കൽ സെഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കോഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ പ്രാക്ടിക്കൽ സെഷൻസ് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസിൽ എടുക്കുക എന്നുള്ളത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് ചോദിച്ചിട്ടുള്ളത് സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾക്ക് തരുന്ന 2 സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ തരുന്നത്. RSPCന്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വിദേശത്ത് ജോലി നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കനേഡിയൻ സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും നമ്മുടെ എംബസി അറ്റസ്റ്റ് ചെയ്ത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള 2 സർട്ടിഫിക്കറ്റുകളാണ്. മറ്റൊന്ന് ചോദ്യം വന്നത് ഇന്റർനാഷണൽ മോണ്ടിസോറി എന്ന് പറഞ്ഞ കോഴ്സ് വേറെയാണോ എന്നുള്ളതാണ്. മോണ്ടിസോറി എന്ന് പറയുന്ന കോഴ്സും ഇന്റർനാഷണൽ മോണ്ടിസോറി എന്ന് പറയുന്ന കോഴ്സും എല്ലാം ഒന്ന് തന്നെയാണ്. മോണ്ടിസോറി എന്ന് പറയുന്ന ഒരൊറ്റ പഠന മാതൃകയെ ലോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ മോണ്ടിസോറി തത്വങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ. പിന്നെ ചോദിച്ചത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കലിനുള്ള മെറ്റീരിയൽസ് നമ്മൾ വാങ്ങണോ വേണ്ടെന്നുള്ളതാണ്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ ടീച്ചർമാരി ഓരോ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചാർട്ട് പേപ്പറുകൾ, അങ്ങനെ ചെറിയ ചെലവുകളിൽ ഒതുങ്ങുന്ന ചെറിയ കാര്യങ്ങളും മറ്റും നിങ്ങൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മേടിക്കേണ്ടതായിട്ടും അതിന് ആ ആക്ടിവിറ്റികൾ ചെയ്ത് ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അതെല്ലാം നമ്മുടെ ഈ സിലബസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അജിതാക്ലേറ്റസ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ വീട്ടമ്മമാരുടെ പ്രശ്നമാണ്. ഭൂരിപക്ഷം വരുന്നവർ പഠനത്തിന്റെ ഒരു ടച്ചൊക്കെ വിട്ട് വലിയ അവസ്ഥയിൽ കഴിയുന്ന ആളുകളാണ്. അവർക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ പലരുടെയും കിളി പോയിട്ടുണ്ടാവും. 3-4-5 റെക്കോർഡ് ചെയ്യണം, അസൈൻമെന്റ് ചെയ്യണം, ആക്ടിവിറ്റി ചെയ്യണം എന്ന് പറയുമ്പോഴേ ഏത് സമയത്താണോ എനിക്ക് ഈ കോഴ്സിൽ പഠിച്ചു കയറാൻ തോന്നിയത് എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങളോട് നിശ്ചയമായിട്ടും ഒരു കാര്യം പറയാ, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പഠിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവൂല. നമുക്ക് അതിനു വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നത് അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചർമാരാണ്. 4ഓളം അധ്യാപികമാരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നത്. ആ 4 പേരും ഈ മേഖലയിൽ വളരെ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അവർ എക്സ്പെർട്ട് ആയതുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ പഠിക്കണ്ടേ അല്ലേ? അവർ എക്സ്പെർട്ട് ആയാലും അവർ പഠിപ്പിക്കും. പഠിക്കാൻ നമ്മൾ തന്നെ പഠിക്കണ്ടേ? അപ്പോ നിങ്ങൾക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇപ്പോ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സമയവും സാഹചര്യവും ഉണ്ടാവൂല. പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എടുക്കുമ്പോഴേക്കും മോൻ അമ്മ ചോറ് താങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി? അപ്പോ നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ സാഹചര്യം ഉണ്ടായിന്ന് വരൂല, വീട്ടിലത്തെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നു വരൂല. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പൊ ആ മോക്ക് ടെസ്റ്റിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻ ഉണ്ടാവും. അത് വെറുതെ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യാവുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അത് നമ്മള് ശരി ഉത്തരം ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് നമ്മൾ കൊടുത്ത ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ശരിയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ ശരിയുത്തരം ഏതാണ് എന്നുള്ളത് അവിടെ അപ്പൊ തന്നെ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തില് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പഠിക്കാനായിട്ട് 3-4-5 മാർഗങ്ങളുണ്ട്. ചില ആൾക്കാർക്ക് കണ്ടിട്ടില്ലേ, അപ്പുറത്തെ വീട്ടിൽ ആ സദൻ ചേട്ടന്റെ മോനെ ഉറക്കം വായിച്ച് പഠിക്കുള്ളൂ. ഉറക്കം വായിച്ച് പഠിച്ചാൽ അവര് പഠിക്കാൻ പറ്റുള്ളൂ. ചിലവര് വെറുതെ മന്ത്രം ജപിക്കുന്ന പോലെ ചുണ്ടു മാത്രം മരങ്ങൾ കാണാം, പക്ഷെ ഇവരിതൊക്കെ തലക്കാലത്തേക്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ ഓരോരുത്തർ പഠിക്കുന്നത് ഓരോ രീതിയിലാണ്. പക്ഷെ ഈ മോക്ക് ടെസ്റ്റ് മെത്തേഡ് നിങ്ങളെ വളരെ എളുപ്പത്തിൽ, വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും ഓർമ്മ നിലനിർത്താനും വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തഡോളജിയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോ ഭാവിയിൽ തുടർന്ന് പഠിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ ഒരാളും ഉള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ടതില്ല കേട്ടോ. ഒരാളും ഉള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ടതില്ല. ഈ ആശങ്ക കാത്തു സൂക്ഷിക്കാനുള്ള പ്രശ്നം എന്താണെന്നറിയോ?
എന്നെ കൊണ്ട് പറ്റോ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാണ് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നതെങ്കിൽ ഓക്കെ. നിങ്ങൾ ഈ മോണ്ടിസോറിയുടെ ഒരു ഭാഗത്ത് നിങ്ങൾ അത് പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു സൈക്കോളജി, കുട്ടികളുടെ ചിൽഡ്രൻ സൈക്കോളജി സംബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. നമുക്ക് 2-3 മനസ്സുണ്ട്. കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. നമ്മൾ പറയാണേ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, എന്നെ കൊണ്ട് ഇത് പഠിച്ചെടുക്കാനായിട്ട് പറ്റൂല. ഈ ഉപബോധ മനസ്സിന് ഒരൊറ്റ വാക്കുകൾ അറിഞ്ഞോളൂ, ഒരേ ഒരു വാക്ക് മാത്രമേ ഉപബോധ മനസ്സിന് അറിയുള്ളൂ. അതെന്താണെന്നറിയോ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഓക്കെ, ഇപ്പോ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന ഒരു 4-5 പേര്. ഓക്കെ, സബനം ചിന്തിക്കുകയാണ്, എന്നെ കൊണ്ട് ഇത് പഠിക്കാനായിട്ട് പറ്റും, ഞാനൊരു 90% മാർക്ക് വാങ്ങും എന്ന് സബനം വിചാരിക്കുമ്പോ തന്നെ സബനത്തിന്റെ ഉപബോധ മനസ്സ് അവിടെ നിന്നിട്ട് പറയോ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. വേറെ ആൾ പറയണേ, ഓ എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, ഈ അസൈൻമെന്റ് ഒക്കെ എങ്ങനെ ചെയ്തു തീർക്കാനാണ് എന്റെ പൊന്നോ എന്ന് ചോദിച്ചാൽ അപ്പോഴും എന്ന് പറയും, ഉപബോധ മനസ്സ് പറയോ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. മനസ്സിലായി? അപ്പോ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ തമോഗർത്തത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തമോഗർത്തം, ബ്ലാക്ക് ഹോൾസ് കേട്ടിട്ടുണ്ടോ? ആരും മറുപടി പറഞ്ഞില്ലേ? ഒരു പ്രപഞ്ച പ്രതിഭാസം ഉണ്ട്. ഓക്കെ, ആ പ്രപഞ്ച പ്രതിഭാസം കണ്ടെത്തിയ മനുഷ്യന്റെ പേരറിയാമോ നിങ്ങൾക്ക്? ആരെങ്കിലും പറയാമോ? പറയാമോ? അറിയില്ല സാർ. ഐസക് ന്യൂട്ടൻ ആണോ സാർ? ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചലിക്കുന്നതായിട്ടേ 2 സാധനമുള്ളൂ. ഒന്ന് അദ്ദേഹത്തിന്റെ കണ്ണ്, 2 അദ്ദേഹത്തിന്റെ കൈവിരലുകൾ, വേറെ ഒന്നും ചലിക്കൂല. മനസ്സിലായി? ജീവിക്കുന്ന അനങ്ങാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. വീൽ ചെയറാണ് അദ്ദേഹം. ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു വീൽ ചെയറിൽ ഇരുന്ന് മുറിയിൽ ഇരിക്കുകയാണ്. നമ്മളൊക്കെ ആണെങ്കിലോ നമ്മുടെ വീട്ടില് മുറിയിൽ ഇരുന്നുകൊണ്ട് ഓ എന്നാലും എന്റെ ദൈവമേ ഈ മുടിഞ്ഞ ഗതി എനിക്ക് വരുത്തിയില്ല അതെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയും ട്രാഗി പണ്ടാറടക്കം നമ്മൾ ഇല്ലേ? അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡാണ് അത്. ഓക്കെ, പക്ഷെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ആറ്റിറ്റ്യൂഡ് മറ്റൊരു തരത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ 5 കൈവിരലുകളും ചലിക്കുന്ന 2 കണ്ണും സർഗാത്മകതയും ബുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ തലച്ചോറ് മാത്രം വെച്ചുകൊണ്ട് ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം പ്രപഞ്ചത്തിലാണ്, ഭൂമിക്ക് പുറത്തുള്ള കാര്യമാണ്. ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ റൂമിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അതൊരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ മോണ്ടിസോറി അധ്യാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അങ്ങനെ വിജയം നേടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത്. ഈ ലോകത്തിൽ നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴേ ഈ ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്യണോട്ടോ. ഒരു പേര് ഞാൻ പറയാം, നിക്കോയ് ചിപ്പ് എന്നാണ്. നിക്കോയ് ചിപ്പ്. അദ്ദേഹത്തിനെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാലേ അദ്ദേഹത്തിന്റെ മുഖം പോലെ സുന്ദരമായ, അദ്ദേഹത്തിന്റെ മുഖം പോലെ പ്രസന്നമായ ഒരു മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റൂല ലോകത്തിൽ വേറൊന്നും. അത്രയും തേജസ്സാർന്ന കണ്ണുകളും അത്രയും ഓജസ് മുറ്റി നിൽക്കുന്ന മുഖവും അത്രയും പ്രസന്നവദനവുമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. നിക്കോയ് ചിപ്പ്. അദ്ദേഹത്തിന്റെ ശരീരം എടുത്ത് പരിശോധിക്കുമ്പോഴേ ജീവിക്കുന്ന ഒരു മാംസപിണ്ഡമാണ്. 2 കൈയില്ല, ഇവിടെ തുടങ്ങിയിട്ട് കൈയില്ല. 2 കാലും തുടർന്ന് അവിടെ തുടങ്ങി താഴേക്കില്ല. തലയുണ്ട്, ശരീരവും ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വില വാങ്ങുന്ന, ഒരു മണിക്കൂറിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ് അദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മളൊക്കെ എന്തായിരിക്കും അവസ്ഥ? അദ്ദേഹം കടലിൽ പോയിട്ടേ, കടലിൽ നീന്തുന്ന, നമ്മൾ തൊട്ടടുത്തുള്ള തോട്ടിൽ പോയി കുളിക്കൂല. അദ്ദേഹം കടലിൽ പോയിട്ട് കടലിൽ നീന്തുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. മനസ്സിലായി? അപ്പൊ ഓരോ മനുഷ്യൻ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു തരത്തിലുള്ള ആശങ്കകളും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്ക നിങ്ങളുടെ ജീവിതത്തിലോ വീട്ടിലോ എന്തെങ്കിലും വരാൻ എന്റെ നമ്പർ നമ്മുടെ ക്ലാസ്സുകളിൽ അവൈലബിൾ ആയിരിക്കും. സാറേ ഒരു സംശയം കൂടി ഉണ്ട്. സാറ് 2 monthsന്റെ ഒരു ഇത് പറഞ്ഞില്ലേ, 10 month ക്ലാസ്സും 2 month ടീച്ചിങ് പ്രാക്ടീസും, അതൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് ക്ലിയർ ആയില്ല. നമ്മുടെ ക്ലാസ്സേ, നമ്മുടെ ഈ തിയറി ക്ലാസ്സും ബാക്കി കാര്യങ്ങളൊക്കെ 10 മാസം കൊണ്ടാണ് നമ്മൾ അവസാനിക്കും. 10 മാസം. ഓക്കെ, ആ ഭാഗം മനസ്സിലാക്കി കാണുമല്ലോ.
നിങ്ങൾ പക്ഷെ ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ കാര്യം സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ വനിത ഉണ്ടല്ലോ, വനിതാ മാസികയിൽ ചിക്കൻ കറി വെക്കാന്നുള്ള കാര്യം പഠിച്ചു. ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ട് വനിതാ മാസികയില റെസിപ്പി നോക്കി പഠിച്ചു. 1 കിലോ ചിക്കൻ, 1/4 കിലോ ഉള്ളി, 1 പിഞ്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വായിച്ചു. ഒന്നാമത്തെ ചേരുവകൾ ചട്ടിയിലിട്ട് വഴറ്റുക, രണ്ടാമത്തെ ചേരുവകൾ മിക്സിയിലിട്ട് അടിച്ചു ചേർക്കുക, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മള് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ഒരു ഹോട്ടലിൽ ജോലി അന്വേഷിച്ചിട്ട് പോവുകയാണ്. ഞാൻ എന്ത് വെക്കും, ഞാൻ ചിക്കൻ കറി വെക്കും. എങ്ങനെ പഠിച്ച്? വനിതയിൽ നോക്കി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ചിക്കൻ എടുക്കുമ്പോഴാണ് ആദ്യത്തെ പ്രശ്നം. ചിക്കൻ വട്ടം കണ്ടിക്കണോ നീളം കണ്ടിക്കണോ, സവാള കുനുകുനി അരിയണോ സ്ലൈസ് ചെയ്ത് അരിയണോ, പച്ചമുളക് നീളത്തിൽ അരിയണോ വട്ടം അരിയണോ, ആകെ കൺഫ്യൂഷൻ ആയിരിക്കും പ്രാക്ടിക്കലി ചെയ്യുമ്പോഴേ. അപ്പോ ഞാൻ പറയാം അതല്ല എന്റെ ഡൗട്ട്. ഞാനിതേ ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജീവിതത്തിൽ മറക്കൂല. ഏത് വനിതയിലത്തെ ചിക്കൻ കറിയുടെ കാര്യം പറഞ്ഞാലേ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ജീവിതത്തിൽ മറക്കൂലാന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ ഇത് മറന്നു പോകും, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ 10 മാസത്തെ ക്ലാസ് കഴിഞ്ഞ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിഷയത്തിൽ നല്ല ആധികാരികമായിട്ടുള്ള അറിവുണ്ട്. ചിൽഡ്രൻ സൈക്കോളജി അറിയാം, അവരുടെ ഫിസിക്കലിയും മെന്റലിയും ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടിക്കലി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണ്ടേ? അതിനൊരു അനുഭവം നമുക്ക് ഉണ്ടാകണ്ടേ? ആ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് പണിക്ക് പോയാലും നമ്മൾ ഒരു ട്രെയിനിങ് എടുക്കാറില്ലേ? ഒരു ട്രെയിനിങ് അപ്രന്റീസ്ഷിപ്പ്. നമ്മുടെ ജഗതി മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ പൈസ കൊടുക്കാത്ത അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കിട്ടൂല. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ ചെല്ലുക, നമ്മളൊരു ഓഫർ ലെറ്റർ തരും. ആ ഓഫർ ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു മാസക്കാലോ 2 മാസക്കാലോ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് സെഷൻ അവിടുത്തെ ക്ലാസ്സുകളിൽ കയറി LP സ്കൂളിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീ സ്കൂളിലോ ഒക്കെ ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് വിചാരിച്ചിട്ട് നിങ്ങളാരും അടുത്തുള്ള ഗവൺമെന്റ് LP സ്കൂളിൽ ചെല്ലരുതട്ടാ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റൂല. പ്രൈവറ്റ് സ്കൂളുകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രൈവറ്റ് സ്കൂളുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങനെ കിട്ടും. നമ്മുടെ ഓഫർ ലെറ്റർ കൊണ്ട് ചെന്നാൽ മതി. അപ്പൊ അങ്ങനെ ആ ലെറ്റർ കൊണ്ട് ചെന്ന് നമ്മളവിടെ ട്രെയിനിങ് ചെയ്യണം. നമ്മളെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞ എക്സ്പീരിയൻസിൽ കൂടി നമ്മൾ കടന്നു പോകണം. അത് കടന്നു പോകുമ്പോൾ നമുക്ക് കുറെ പുതിയ അനുഭവങ്ങളും പുതിയ അറിവുകളും കൂടി കിട്ടും. അതാണ് നിങ്ങളെ മെച്യൂർഡ് ആയിട്ടുള്ള പക്വത എത്തിയിട്ടുള്ള പാകത എത്തിയിട്ടുള്ള ഒരു അധ്യാപികയായിട്ട് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ട്രെയിനിങ്. ഇതിങ്ങനെയാണ് ആ ട്രെയിനിങ്ങിന്റെ സെഷൻ തരുന്നത്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നമുക്ക് ആശങ്കകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട. പിന്നെ മറ്റൊരു കാര്യം, ഹലോ സർ, ഒരു ഡൗട്ട്. നമ്മളിപ്പോ ഈ 10 months ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 monthsലെ ട്രെയിനിങ് കമ്പൽസറി സർട്ടിഫിക്കറ്റ് അവിടെ തരണം അങ്ങനെയുണ്ടോ? കാരണം ഞാൻ ഇപ്പൊ ഒരു ഇയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്, ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കാം. വേണ്ട, നിങ്ങൾ ആരും സർട്ടിഫിക്കറ്റ് നമുക്ക് തരണ്ട. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ വേണമെന്നുണ്ടെങ്കിലേ ഒന്ന് നോക്കൂ. കേരളത്തിലെ മോണ്ടിസോറി 3000 രൂപക്ക് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ? വാട്സപ്പിൽ വീഡിയോ മാത്രം അയച്ചു തന്ന 3000 രൂപക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോ അയച്ചു തരും. ഓക്കെ, വീഡിയോ അയച്ചു തന്നാൽ നിങ്ങൾ ആ വീഡിയോ നോക്കി പഠിക്കും. വീഡിയോ നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ വനിതയിലെ ചിക്കൻ കറി വെക്കണ പോലെയാണത്. മനസ്സിലായി? നിങ്ങൾക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റൂല. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളിൽ നിന്ന് അതിന്റെ ഒരു ഊർജമായിരിക്കണം നിങ്ങൾക്ക് ചുറ്റുമുള്ള കുട്ടികളിലോട്ട് പ്രസരിക്കേണ്ടത്. നിങ്ങൾക്ക് അതിനോടൊരു ക്രാഫ്റ്റ്, നിങ്ങൾക്ക് അതിനോടൊരു സ്കില്ല് ഉണ്ടായി വരണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അധ്യാപികമാർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇതിൽ ഒരുപാട് അധ്യാപികമാര് നമുക്ക് ഈ ക്ലാസ്സുകളിൽ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുൻ പഴയ ബാച്ചുകളിലും ഒരുപാട് അധ്യാപികമാരുണ്ട്. അവരാരും വേറെ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോകേണ്ടതില്ല. അവർക്ക് ഇപ്പൊ നിലവിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടല്ല. അത് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പാകത എത്തിയിട്ടുള്ള ഒരു അധ്യാപികയായിട്ട് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറാനായിട്ട് സാധിക്കുക. ഓക്കെ, മറ്റു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടി പ്രധാനമായിട്ടുള്ളതേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആഹാരം എന്ന് പറയുന്നത് വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? മനുഷ്യന്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ആഹാരം. ഓക്കെ, പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വായന എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യന്റെ മനസ്സിനും സ്വഭാവത്തിനും
ചിന്തകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇന്ന് മുതൽ പുതിയൊരു മനുഷ്യരായി മാറുകയാണ്. ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. സ്വയം അടുത്ത ദിവസം തുടങ്ങിയിട്ടേ ഉൾക്കൊള്ളുക, റിയലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പൊ റെജി ഡെൽമിൻ അല്ലേ, ഡെൽമിൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് ആണോ റെജി? ഓക്കെ. റെജി ഡെൽമിൻ ഇന്ന് വരെ ഡെൽമിന്റെ ഭാര്യയായിട്ട് നിൽക്കണം. ഡെൽമിന്റെ ഭാര്യ. ഈ നിമിഷം മുതൽ റെജി ഡെൽമിൻ എന്ന് പറയുന്നത് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു തലത്തിലോട്ട് കൂടി മാറുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വിശാലമായിട്ടുള്ള ഒരു അർത്ഥത്തിലോട്ടാണ്, വിശാലമായിട്ടുള്ള ഒരു തലത്തിലേക്ക് മാറേണ്ട ഒന്നാണ്. ഞാൻ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അതായത് അത് ഏറ്റവും നല്ല കാര്യം പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചുരിദാർ വാങ്ങി. ഓക്കെ, ഇതിലാരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 10 മിനിറ്റ് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 10 മിനിറ്റ് നടന്ന് ചെന്നിട്ട് ബസ് കയറുന്ന ആരെങ്കിലും ഉണ്ടോ? ആരാണ്? സിജി. ഓക്കെ, സിജി സാമൂല്. അപ്പൊ സിജി സാമൂല് ഒരു ചുരിദാർ വാങ്ങി. എല്ലാ ദിവസവും സിജി സാമൂല് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് ഒരേ വഴി കൂടിയാണ്. രാവിലെ 9:30 മണിക്ക് ജോലിക്ക് പോകും സിജി. അപ്പൊ എല്ലാ ദിവസവും രാവിലെ പോകും. രാവിലെ മുമ്പിൽ ഇറങ്ങുമ്പോ തന്നെ വീടിന്റെ മുമ്പിൽ ജാഫ്രിക്കയുടെ കടയുണ്ട്. അവിടെ കുറെ പേര് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിട്ട് നിൽപ്പുണ്ടാവും. അപ്പുറത്ത് നമ്മുടെ അന്തർവാനിക്കയുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ചെറിയൊരു സ്കൂളുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു ഹോമിയോ ഡിസ്പെൻസറി. ഇവിടെയൊക്കെ ആളുകളുണ്ട്. പക്ഷെ സിജി സാമൂല് എല്ലാ ദിവസവും ഇപ്പൊ തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ എണീറ്റ് ജോലിക്ക് പോകും. വൈകുന്നേരം അതുപോലെ തന്നെ തിരിച്ചു വരും. ചൊവ്വാഴ്ച രാവിലെ 9:00 ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോകും, തിരിച്ചു വരും. ബുധനാഴ്ച വന്നപ്പോഴാണ് വീട്ടില് ഭർത്താവ് ഒരു നല്ല ചുരിദാർ സമ്മാനമായി കൊണ്ടുവന്നിട്ട്, മനോഹരമായിട്ടുള്ള ഒരു ചുരിദാർ. ഓക്കെ, സിജിക്ക് ഇത് കണ്ടപ്പോ തന്നെ കണ്ണളി പോയി. അത്രയും മനോഹരമായിട്ടുള്ള ഇത്. സിജി എന്തു പറ്റിയ മനുഷ്യ, ഇത്ര നല്ല ചുരിദാർ എനിക്ക് സമ്മാനമായിട്ട് മേടിച്ചു തരാനായിട്ട്. സിജിന്റെ മനസ്സിന് ഭയങ്കര ഹാപ്പിയായി. പിറ്റേ ദിവസം സിജി ജോലിക്ക് പോണത് ഈ ചുരിദാർ ഇട്ടിട്ടാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, സിജിയും ഓർത്തോ, അന്ന് വരെ സിജി നടന്നു പോയിട്ടുള്ള വഴി കൂടെ അന്ന് പോകുന്നത് വേറൊരു മാനസിക ഭാവത്തിലായിരിക്കും. സിജിയുടെ കോൺഫിഡൻസ് ലെവൽ അന്ന് ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി? നിങ്ങൾ വളരെ മേക്കപ്പ് ഒക്കെ ഇട്ട് അതിസുന്ദരമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ചുരിദാർ ഇട്ട് ഒരു സാരി ഉടുത്ത് സുന്ദരിയായി എന്ന് നമുക്ക് കണ്ണാടിയിൽ നോക്കി സ്വയം ബോധ്യപ്പെട്ടാണ് നിങ്ങൾ ഒരു ദിവസം ഇറങ്ങുന്നതെങ്കിൽ അന്ന് നിങ്ങൾ പോകുന്നത് പുതിയൊരു വഴി കൂടെ ആയിരിക്കുന്നത്. പഴയ പോലെ നമ്മുടെ അന്തർവാനിക്കട കട ഉണ്ടാവും, ജാഫ്രിക്കയുടെ ചായക്കട ഉണ്ടാവും, ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇന്നലെ വരെ അതിൽ കൂടെ നടന്നു പോയ സിജി ആയിരിക്കൂല ഈ ബുധനാഴ്ച ചുരിദാറിട്ട് നടന്നു പോകുന്നത്. ഓക്കെ, ഈ നിമിഷം മുതൽ നിങ്ങൾ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു ചുരിദാർ ഇടുകയാണ്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു ചുരിദാർ ഇടുകയാണ്. അപ്പൊ നിങ്ങള് ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് കുരുത്തങ്കട്ട മക്കളെ ഉണ്ടാവുന്ന ഇല്ലേ? ഇവര് കുറുമിടക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിക്കോടെ നമ്മൾ ചെല്ലുന്നത്. ആദ്യം നമ്മുടെ തലച്ചോറോട് വരേണ്ട സാധനം, നമ്മൾ ഇന്ന് മുതൽ ആരാണ്? മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. കുരുത്തങ്കട്ടവരെയാണ് ആദ്യം വിളിക്കുന്നത്. നമ്മൾ തെറ്റായിട്ടുള്ള സന്ദേശമാണ് ഈ കുഞ്ഞിന് നൽകുന്നത്. അവനവന്റെ ചെറുപ്പത്തിന്റെ ഒരു വികൃതി കൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഡയലോഗ് കുരുത്തങ്കട്ടവരെയാണ്. അവനതും കൂടി കേൾക്കുമ്പോൾ അനീറ്റിക്ക് ഒരെണ്ണം കൂടി കൊടുക്കും. ആദ്യം അവൻ ഒരെണ്ണം അടി അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുരുത്തങ്കട്ടവരെന്ന് വിളിക്കുമ്പോൾ അമ്മനെ കൊണ്ട് നീ എന്നെ ചീത്തയും പിച്ചിലെന്ന് വിചാരിച്ചിട്ട് ഒരടിയും കൂടിയും കൂടുതലായിട്ട് അടിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ നമ്മൾ മാറിയാണ്. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. നമ്മളിലെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. നിക്കോ ഷിപ്പിന്റെയും സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെയും ഐൻസ്റ്റീന്റെയും ഒക്കെ മനസ്സിൽ വന്നിട്ടുള്ള ചിന്തകൾ പോലെ. ഓക്കെ, അതുപോലുള്ളൊരു മനം മാറ്റത്തിലേക്ക്, പുതിയൊരു ആകാശതലത്തിലോട്ട് നമ്മൾ മാറുകയാണ്. പുതിയ പ്രഭാതത്തിലേക്ക് നമ്മൾ മാറുകയാണ്. പുതിയ ജീവിതത്തിലേക്ക് മാറുകയാണ്. ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങളല്ലാതായി മാറും. അന്ന് ഈ കോഴ്സ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരും ഓൺലൈനിൽ. അപ്പൊ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്ന് ഈ ആദ്യത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞതിന്റെ പൊരുളെ അന്ന് മനസ്സിലാവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് നമ്മളെ മാറ്റിമറിക്കും എന്ന് പറയുന്നത്. അത്രത്തോളം ഒരു അപാരമായിട്ടുള്ള കോഴ്സാണ്. നമ്മുടെ നാട്ടിൽ ചില കുരുത്തങ്കട്ടവന്മാരുണ്ടാവും. നിങ്ങൾ ആരുടെ മഞ്ഞുങ്ങളെ വോയിസ് കണ്ടാവും. അതിൽ ആ പയ്യൻ ആ ഗുണാക്കേവിൽ പെടയാണ്. ഒരു കുരുത്തങ്കട്ട ചെക്കനാണ് അങ്ങനെ വീണെങ്കിലേ അവൻ 2ാം ജന്മം കിട്ടി കയറി വന്നിട്ടുണ്ടെങ്കിൽ അവൻ പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത സൽഗുണ സമ്പന്നനായിരിക്കും. മനസ്സിലായി? ഈ മോണ്ടിസോറി ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾ അതുപോലെ ഇന്നുള്ള സിജിയും
ഹസീനയും സബ്നവും റജിയും അമ്മുവും പിന്നെ ആരാണ് RDG മല്ലു, അങ്ങനെയാണ് പേര് കാണുന്നത്. അവര് മനസ്സിലെയും ഷിപ്പൊന്നും ആയിരിക്കില്ല. നിങ്ങള് അങ്ങനെ ഒരു പുതിയ ഭാവതലത്തിലോട്ട് മനസ്സുകൊണ്ടും വ്യക്തിത്വം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. നമുക്ക് ചുറ്റിലുമുള്ള നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സൗഹൃദങ്ങളിലോട്ടൊക്കെ പുതിയ ഊർജം നമുക്ക് പ്രസരിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇന്നലെ വരെ നമ്മുടെ അന്തർമുഖരായിരിക്കും. ആരെങ്കിലും പറഞ്ഞാൽ അവിടെ നമ്മൾ നോക്കൂല, അവർ പോയിട്ട് ഇടം കണ്ടിട്ട് നോക്കുള്ളൂ. നാളെ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എവിടെയാണ് നോക്കുന്നത്? അവരുടെ വായനോട്ടായിരിക്കും നമ്മൾ നോക്കുന്നത് അല്ലേ? നാളെ മുതൽ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നതിനുള്ള ആത്മവിശ്വാസമുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറാൻ പോകാണ്. അവരുടെ കണ്ണുകളിലോട്ട് നോക്കിയിട്ട് ആർജവമുള്ള സംസാരിക്കുന്ന ആളുകളായി മാറാൻ പോകാണ്. ഈ കോഴ്സ് നിങ്ങൾ അങ്ങനെ മാറ്റി തീർക്കും. അതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. ഈ കോഴ്സ് നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ മാത്രമല്ല, നിങ്ങളിൽ കൂടി മാറ്റം ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, അപ്പോ ഇത്രയും സാറേ ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആഫ്റ്റർ ട്രെയിനിങ്, ലാസ്റ്റ് 2 months ട്രെയിനിങ് കഴിഞ്ഞിട്ടാണോ സർട്ടിഫിക്കറ്റ്? അല്ല, ആ ട്രെയിനിങ് ഞാൻ പറഞ്ഞല്ലോ, ആ ട്രെയിനിങ് നമ്മളെ സംബന്ധിച്ചിട്ട് നിർബന്ധമുള്ള ഒരു കാര്യമല്ലാതെ ഞാൻ അല്ല, അപ്പൊ 2 months നമുക്ക് ക്ലാസ് ഉണ്ടാവും. ഏതാണ് ആ 2 months ഇവിടെ നിന്ന് നടക്കുന്ന ആക്ടിവിറ്റീസ്, റെക്കോർഡ് സബ്മിഷൻ, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ ഒരു ഫൈനലൈസേഷൻ ഒക്കെ നടക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ സ്റ്റഡി ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് 12 months കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അവിടെ വന്ന് കളക്ട് ചെയ്യണോ? അത് എങ്ങനെയാണ് സംഭവം? അത് സർട്ടിഫിക്കറ്റ് ബൈ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ബൈ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് വിദേശത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രാക്ടിക്കൽ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ? അതെ, വിദേശത്ത് നിൽക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ടീച്ചർമാരെ പറയും. വിദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, വിദേശത്തെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറച്ചുണ്ട്. അത് ടീച്ചർമാര് പറയും കേട്ടോ. അവിടെ നമുക്ക് ഇതുപോലെ ഇവിടെ കിട്ടുന്ന പോലെ ഒരുപക്ഷെ സാധനങ്ങളൊക്കെ വാങ്ങാനോ മറ്റോ ഒക്കെ ഉള്ള ഒരു പ്രശ്നം ഉണ്ടാവാം. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അവര് നിങ്ങൾക്ക് വേറെ ഇട്ട് തരും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടോ. അപ്പോ നമുക്ക് ഏകദേശം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്ന് ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. ചോദിച്ചോ. 2 month ട്രെയിനിങ്ങിന് എങ്ങനെയായിരിക്കും പോവാ? എന്തായിരുന്നു 2 month ട്രെയിനിങ്ങിന് പോണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ ആയിരിക്കും ഈ കോഴ്സ് ചെയ്യാ. അപ്പൊ നമ്മൾ അതിന് എങ്ങനെയായിരിക്കും പോവാ? അപ്പൊ ആ ക്ലാസ്സിന് നമ്മൾ നേരിട്ട് പോവണ്ടേ? ഓൺലൈൻ ഞാൻ പറയാം. നോക്കൂ, അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ഈ കോഴ്സിനകത്തെ വേറെ കോഴ്സുകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട്. ഈ 2 months ട്രെയിനിങ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാണ്? വനിതയില് ചിക്കൻ കറി വെച്ച് പഠിച്ചാലും നമ്മൾ വീട്ടിൽ ഒരു തവണ ചിക്കൻ കറി വെച്ച് പഠിക്കണം. ക്ലിയർ? ആദ്യത്തെ തവണ ചിക്കൻ കറി വെക്കുമ്പോൾ ഉപ്പ് കൂടും, മുളക് കൂടും. രണ്ടാമതും ചിക്കൻ കറി വെക്കും, മൂന്നാമതും ചിക്കൻ കറി വെക്കും. അപ്പൊ അതങ്ങനെ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കാനും ആ ഒരു പാകതയിൽ എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ട്രെയിനിങ്. ആ ട്രെയിനിങ് കമ്പൽസറി അല്ല. ആ ട്രെയിനിങ് ഉണ്ടെങ്കിലേ സർട്ടിഫിക്കറ്റ് തരൂ എന്നൊന്നുമില്ല. ഓക്കെ, ആ ട്രെയിനിങ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ ഗുണകരമായിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ട്രെയിനിങ് എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചോദിക്കട്ടെ സാറേ? അപ്പം അങ്ങനെയാണെങ്കിൽ 2 മാസത്തെ ഈ ഒരു ഇത് വരുന്ന സമയത്ത്, ട്രെയിനിങ് വരുന്ന സമയത്ത് നമുക്ക് ഈ അതിന് പോകാനുള്ള സൗകര്യവും കൂടി നിങ്ങൾ റെഡിയാക്കി തരുമോ? അതായത് സ്കൂളുകള് അല്ലാതെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിനകത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിന്റെ ടീച്ചേഴ്സോ മറ്റോ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള ഓഫർ ലെറ്റർ, നമ്മളൊരു ഓഫർ ലെറ്റർ തരും. ആ ഓഫർ ലെറ്റർ റിക്വസ്റ്റും കൂടെ നിങ്ങൾ ചെന്നാൽ മതി അവിടെ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായി. ആ റിക്വസ്റ്റ് ലെറ്റർ കൂടി നിങ്ങൾ അത് വെറുതെ കയ്യിൽ ചെന്നിട്ട് എനിക്ക് നാളെ തുടങ്ങിയിട്ട് അവിടെ പ്രാക്ടീസ് കിട്ടൂല. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ ചെല്ലുന്നു. ആ റിക്വസ്റ്റ് ലെറ്റർ കൊണ്ട് ചെല്ലുമ്പോൾ അങ്ങനെ ട്രെയിനിങ് നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്നതാണ്. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായതിന്റെ ഒരു പരിമിതിയാണ്. ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ റൺ ചെയ്യാൻ പറ്റും.
ഇതിനകത്തുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അബുദാബിയിൽ നിന്ന് തുടങ്ങിയിട്ട് അമേരിക്കയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ കോട്ടയം കഞ്ഞിക്കുഴിന്ന് വരെയുള്ള ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, പാറശാല മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയുള്ള ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ മാത്രമാണ് ഇത്, നമ്മുടെ ക്ലാസ് അല്ല കേട്ടോ. നമ്മൾ ഇതിനെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ഒരു പരിജ്ഞാനം ഇതിലുണ്ടാക്കുക, ഇതിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, എന്താണ് ഇതിന്റെ സ്വഭാവം എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തരുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം 25-ാം തീയതി മുതലായിരിക്കും. ആ ക്ലാസ്സിന്റെ സമയവും ടൈം ടേബിളും ഒക്കെ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ക്ലാസ് റൂമിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഹലോ സാർ, ഡൗട്ട് ഉണ്ടോ? ജസ്മി പറയൂ. ഇതില് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഗവൺമെന്റ് സ്കൂളിൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ജാസ്മിയുടെ വോയിസ് ക്ലിയർ ആകുന്നില്ല, അല്പം കൂടി ഒക്കെ പറയാമോ? നമുക്ക് ഗവൺമെന്റ് സ്കൂളില് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതില്. യെസ്, അങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറയാം. ഗവൺമെന്റ് സ്കൂളിൽ ഇപ്പോ മുമ്പ് പ്രീ പ്രൈമറി സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ST ഡിപ്പാർട്ട്മെന്റിലൊക്കെ വളരെ കുറച്ച് വേക്കൻസീസ് മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ അങ്ങനെ ഒരു വേക്കൻസീസ് പൊതുവെ വിളിക്കുന്നില്ല. ഇത് സ്വകാര്യ മേഖലയിലുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏതാണ്? സ്വകാര്യ മേഖലയിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട്. ഗവൺമെന്റ് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ PSC ക്വാളിഫൈ ചെയ്യണമല്ലോ. അങ്ങനെയുള്ള ഒരു തസ്തിക ഈ കോവിഡിന് തൊട്ട് മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ST ഡിപ്പാർട്ട്മെന്റിലോട്ട് വേണ്ടിയിട്ട് പ്രീ സ്കൂളിലോട്ട് വേണ്ടിയിട്ടുള്ള ടീച്ചർമാരെ, മോണ്ടിസോറി ടീച്ചർമാരൊക്കെ എടുത്തിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അങ്ങനെയുള്ള വേക്കൻസികൾ ക്വാളിഫൈ ചെയ്യുന്നതായിട്ടൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വിടുന്നില്ല. ഇത് സ്വകാര്യ മേഖലയിൽ ഇവിടെ 10,000-കണക്കിന് സ്കൂളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നത്. ആ സ്കൂളുകളിലോട്ടുള്ള വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് പ്രധാനമായും ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഗവൺമെന്റ് സ്കൂളിലെ തസ്തികകളിലോട്ടല്ല. ക്ലിയർ? ആരായാലും ചോദിച്ചു. സാർ, ഒരു ഡൗട്ട്. നമ്മള് ഡിപ്ലോമ ഇൻ മോണ്ടിസോറിയും PG ഇൻ മോണ്ടിസോറി സർട്ടിഫിക്കറ്റിന് വ്യത്യാസമുണ്ടോ? രണ്ട് വ്യത്യാസമുണ്ട്, ഞാൻ പറയാം. അതായത് നിങ്ങളിപ്പോ ഈ സ്വകാര്യ മേഖലയിലാണ് നമുക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞല്ലോ. സ്വകാര്യ മേഖലയിൽ വരുന്ന 10,000-കണക്കിന് സ്കൂളുകൾ കേരളത്തിലുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെ ചെല്ലുമ്പോഴും ഓരോ സ്കൂളിനും ഓരോ റാങ്കിങ് ആയിരിക്കും, ഓരോ അക്രഡിറ്റേഷൻ ആയിരിക്കും, ഓരോ റെപ്യൂട്ടേഷൻ ആയിരിക്കും. ഓക്കെ, ചില സ്കൂളുകളിൽ നമ്മൾക്ക് ഈ ഡിപ്ലോമ മാത്രം മതിയാകും. ചില സ്കൂളുകള് കുറെ കൂടി ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ അവര് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമേ എടുക്കുള്ളൂ. ഒരു സ്കൂളിന്റെ റെപ്യൂട്ടേഷനും അക്രഡിറ്റേഷനും അതിന്റെ സമൂഹത്തിലുള്ള ഒരു സ്ഥാനമൊക്കെ ആശ്രയിച്ചിട്ടാണ് അത് അവർ തീരുമാനിക്കുന്നത്. ആ സ്കൂളിന്റെ ഒരു പോളിസി മേക്കറാണ്. അപ്പോ PG ആണ് ചെയ്യുന്നതെങ്കിൽ അത് കുറെ കൂടി വാല്യുബിൾ ആണ്. പക്ഷെ PG ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3 വർഷത്തെ ഡിഗ്രിയോ കഴിഞ്ഞിട്ടുണ്ടാകണം. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് PG DMD ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ കുറെ കൂടി വാല്യുബിൾ ആയിട്ടുള്ള കോഴ്സാണ്. കുറെ കൂടിയും ഹയർ റാങ്കിങ് ആയിട്ടുള്ള സ്കൂളുകളിലോട്ട് ജോലി കിട്ടുന്നതിനുള്ള സാധ്യത കൂടുതൽ കേട്ടോ. സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാർ, ഈ ഡിപ്ലോമ കോഴ്സ് ഈ PG കോഴ്സും ക്ലാസ്സുകൾ ഒരുമിച്ച് തന്നെയായിരിക്കും? അത് 3 പേര് ഒരേ സമയം ചോദിക്കുകയാണ്. 3 പേരുടെയും ചോദ്യം തിരിയൂല. ആരും ചോദിച്ചോളൂ. ആദ്യം ആരാണ് ഓൺ ചെയ്തിട്ടുള്ളത്? നിതീഷ. സാർ, അത് ഡിപ്ലോമ കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇല്ലേ, അത് ഡിഗ്രിക്ക് തുല്യമാണോ? ഡിപ്ലോമ കഴിഞ്ഞതാ, അതോ ചോദിച്ചേ. ഡിഗ്രി ഇല്ല, ഡിപ്ലോമ കഴിഞ്ഞതാ. +2 ഡിപ്ലോമ കഴിഞ്ഞതാ. +2 കഴിഞ്ഞതാ. ഡിപ്ലോമ ഏതിലായിരുന്നു? ഡിപ്ലോമ കഴിഞ്ഞത് എത്ര വർഷത്തെ കോഴ്സ് ആയിരുന്നു? 3 വർഷത്തെ കോഴ്സ്. 3 വർഷത്തെ ഡിപ്ലോമ ആണെങ്കിൽ നമുക്ക് വിജിഷ PG DMD ചെയ്താൽ മതി. പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്താൽ മതി. 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഒക്കെ ഉണ്ട്. ആ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ ചെയ്യാനായിട്ട് പറ്റൂല. 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ PG DMD ആണ് ചെയ്യാൻ. ഓക്കെ, അടുത്തത് സീത ചോദിക്കും. സീത അനിൽ.
ശബ്ദം കേൾക്കുന്നില്ല. സ്കൂളുകളിൽ ട്രെയിനിങ്ങിന് പോകാൻ പറ്റുമോ? അതെ, അതാ സ്കൂളിന്റെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ എയ്ഡഡ് സ്കൂളുകളിൽ പോകാനായിട്ട് പറ്റാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് എയ്ഡഡ് സ്കൂളുകളിൽ പ്രീ പ്രൈമറി സെഷൻസ് പൊതുവെ എന്തായാലും അപൂർവമാണല്ലോ. അവരുണ്ടെങ്കിൽ തന്നെ അത് CBSE ആയിട്ടായിരിക്കും ചെയ്യുക. എയ്ഡഡില് അങ്ങനെ ഒരു നമ്മുടെ LKG UKG സെഷൻസ് പൊതുവെ ഉണ്ടാകാറില്ലല്ലോ. നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത് LKG UKG സെഷൻസിലായിരിക്കും പൊതുവെ, കേട്ടോ. ഓക്കെ, പോൾസോഞ്ചോ. സാർ ഞാൻ ചോദിച്ചത് ഈ 25th സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് PG സെക്ഷന് ഡിപ്ലോമ സെക്ഷന് വേറെ വേറെ ക്ലാസ്സുകളായിരിക്കും സാർ? അല്ല, ഞാൻ പറയാം, ഡിപ്ലോമയ്ക്കും PGക്കും ഒരേ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. പക്ഷേ PGക്ക് 2 പേപ്പർ എക്സ്ട്രാ ആണ്, 2 മൊഡ്യൂൾ കൂടുതലായിട്ടുണ്ട്. ആ മൊഡ്യൂൾ കൂടി കൂടുതലായിട്ട് പഠിക്കുമ്പോഴാണ് PG പൂർത്തിയാകുന്നത്. മനസ്സിലായി? ബാക്കി ഡിപ്ലോമക്കാർക്ക് ഉള്ളതും PGക്കാർക്കുള്ളതും കോമൺ തന്നെയാണ്. കേട്ടോ? അതിന്റെ ക്ലാസ് വരുന്നത് ഏതിന്റെയാണ്? 2 പേപ്പർ എക്സ്ട്രാ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് PGക്കാർക്കാണ്. അതെ, ഞാനിപ്പോ PG മോണ്ടിസോറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ചോദിച്ചോളൂ. സീതാ, ചോദ്യം എന്തായിരുന്നു? അല്ല സാർ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല കുഴപ്പമുണ്ടോ? നമുക്ക് വീണ്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ലൈവ് പറ്റുമോ? ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ഒരു കുഴപ്പവുമില്ല. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റെക്കോർഡിന് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ആരായിരുന്നു? സീതനെയാണോ? അല്ല, ബിനിഷ. സീത മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ബിനിഷ പറയൂ. ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തില്ല, കമ്പൽസറി അല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് വേറെ ഒരു സ്കൂളിൽ ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് അവരത് ചോദിക്കുവോ? നിശ്ചയമായും ചോദിക്കും. അപ്പൊ അതൊരു പ്രശ്നമാകത്തില്ലേ? പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രെയിനിങ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ചില ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ ബിനിഷ, ഇതിനകത്ത് കുറെ പേര് വേറെ കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്, വേറെ ജോലിക്ക് നിൽക്കുന്നവരുണ്ട്, വിദേശത്തുള്ളവരൊക്കെ ഉണ്ട്. അവരെവിടെയെങ്കിലും ഒരു ട്രെയിനിങ് എടുക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഉചിതമായിട്ടുള്ള കാര്യം. ഏത് സ്ഥാപനത്തിൽ ചെന്നാലും നിങ്ങളൊരു എക്സ്പീരിയൻസ് ചോദിക്കില്ലേ ആരാണെങ്കിലും? ആ എക്സ്പീരിയൻസ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് തരാൻ നമ്മൾ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്, കേട്ടോ. അത് ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സൗകര്യങ്ങളുടെയും അസൗകര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളാണ് ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ സെഷൻ ആരംഭിച്ചിട്ട് ഇപ്പേ 1 മണിക്കൂറായി. നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാലോ? ഇനി ബാക്കി വരുന്ന നിങ്ങളുടെ സംശയങ്ങളൊക്കെ സാർ ഒരു ഡൗട്ട് കൂടാ ചോദിച്ചോളൂ. സാർ, ഞാനുണ്ടല്ലോ, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇനിയിപ്പോ അടുത്ത വർഷം കംപ്ലീറ്റ് ചെയ്യാൻ ടൈമിൽ എനിക്ക് PG ചെയ്യാൻ പറ്റുമോ? അതിനൊരു കാര്യം പറയാം. ഇപ്പോ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഡിഗ്രി എഴുതിയെടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഡിഗ്രി റിസൾട്ട് വരുന്നതെങ്കിൽ ആരാണോ ചോദിച്ചത്? അനശ്വരയാണോ? അനശ്വര. ഡിഗ്രിയുടെ റിസൾട്ട് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് PGയിലേക്ക് മാറാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സുകൾ സെയിം ആണ്, 2 പേപ്പേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. ആ 2 പേപ്പേഴ്സ് കൂടെ കൂടുതലായിട്ട് എടുക്കുക. അല്ല, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഡിഗ്രി പാസ്സാകുന്നതെങ്കിൽ അതിനുശേഷം PGയുടെ പേപ്പേഴ്സ് മാത്രം എഴുതിയെടുത്താൽ മതി. PG ചെയ്യാനായിട്ട് പറ്റും, കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ 130 പേര് നമ്മുടെ ക്ലാസ്സിലുണ്ട്. 130 പേരും സംശയം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് വെച്ചിട്ട് ചോദിച്ചാൽ തന്നെ മണിക്കൂറുകൾ എടുക്കും. നമുക്കിനി നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങള്, ഇത്തരം സംശയങ്ങൾ നിങ്ങളുടെ PROമാരായിട്ട് കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അക്കാദമിക് സെഷനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപികമാരുണ്ട്, അവരുടെ പേഴ്സണൽ നമ്പറൊക്കെ നിങ്ങൾക്ക് തരും. സംശയങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അവരോട് ചോദിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ തൊട്ടടുത്ത ദിവസം April 25 മുതൽ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പൊ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും മറ്റും ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അപ്പൊ April 25 മുതൽ എല്ലാവരും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടിയിട്ട് വരിക. നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പരമാവധി നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഫോണ് ഒന്ന് സൈലന്റ് ആക്കി വെച്ചിട്ട് കോളുകളൊന്നും ആ സമയത്ത് അറ്റൻഡ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ഫോണുകളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. ആ 1 മണിക്കൂർ നേരത്തേക്ക് ഫോണുകളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. പരമാവധി ലൈവ് ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എത്ര സമയക്കുറവുണ്ടെങ്കിലും നിങ്ങൾ നിശ്ചയമായിട്ടും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വലിയ റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കും. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ മെയിൻ എക്സാമിന് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തഡോളജിയാണ്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ എത്രയും കൂടുതൽ നിങ്ങൾ ഓരോ ദിവസവും ഒരു ദിവസം ആവർത്തിച്ച് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമുക്ക് ഇനിയും ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുള്ള ആളുകളായി നമുക്ക് ഇനി ഈ കോഴ്സ് വൈൻഡപ്പ് ചെയ്യുന്ന ദിവസം എന്തായാലും നിശ്ചയമായിട്ടും കാണാം. അപ്പൊ താങ്ക് യു ആൾ ഓഫ് യു. താങ്ക് യു. ബൈ ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ബൈ ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. Thank you, sir.